നമസ്കാരം, ക്ലാസ് റൂമിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നവംബർ 16-ാം തീയതി വിക്ടേഴ്സ് ചാനലിൽ സംപ്രേഷണം ചെയ്ത ഹിന്ദിയുടെ ക്ലാസ്സാണ് നമ്മൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് രാജാ കാ ദർവാസ, രാജാവിൻ്റെ വാതിൽ എന്ന് പറയുന്ന ഒരു യൂണിറ്റാണ്. ഈ യൂണിറ്റിൽ നമ്മൾ എന്താ പഠിച്ചത്? ഒരു സ്ഥലത്തൊരു രാജാവുണ്ടായിരുന്നു. അദ്ദേഹത്തിന് തൻ്റെ രാജകൊട്ടാരത്തിലേക്ക് കടക്കുന്നതിന് വേണ്ടി ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു ഡോർ നിർമ്മിക്കണമെന്ന് ആഗ്രഹിച്ചു. അതിന് വേണ്ടിയിട്ട് അദ്ദേഹം തൻ്റെ മന്ത്രിയോട് പറഞ്ഞു, തൻ്റെ രൂപം കണ്ടാൽ മാത്രം തുറക്കുന്ന ഒരു വാതിലുണ്ടാക്കി തരാൻ പറഞ്ഞു. അങ്ങനെ മന്ത്രി എന്ത് ചെയ്തു? അങ്ങനെയുള്ള ഒരു വാതിലുണ്ടാക്കി അവിടെ കൊട്ടാരത്തിൽ കൊണ്ടുവന്ന് സ്ഥാപിച്ചു. അപ്പോൾ അദ്ദേഹം വന്നു നിന്നപ്പോൾ രാജാവ് വന്നു നിന്ന സമയത്ത് ആ വാതിൽ തുറന്നു. അപ്പോൾ രാജാവിന് ഭയങ്കര സന്തോഷമായി. ആർക്കെങ്കിലും ഈ വാതിൽ തുറക്കാൻ കഴിവുണ്ടോ എന്ന് പറഞ്ഞിട്ട് രാജാവ് വെല്ലുവിളിച്ചു. അപ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ വന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? രാജാവിൻ്റെ ഒരു ചിത്രം, തസ്വീർ അല്ലേ, ഒരു ചിത്രം എടുത്ത് ആ ഡോറിലോട്ട് ഇങ്ങനെ കാണിച്ചു. അപ്പോൾ എന്ത് ചെയ്തു? ആ ഡോർ തുറന്നു. രാജാവ് ഭയങ്കരമായിട്ട് ദേഷ്യം വന്നു. അപ്പോൾ രാജാവ് എന്താ പറഞ്ഞത് മന്ത്രിയോട്? രാജാക്ക് ഹി ആവാസ് സേ ഖുൽനെ വാല ദർവാസ, രാജാവിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ മാത്രം തുറക്കുന്ന ഒരു വാതിലുണ്ടാക്കാൻ രാജാവ് മന്ത്രിയോട് ആവശ്യപ്പെട്ടു. അപ്പോൾ ഇതുവരെയാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ബാക്കി നോക്കാം. മന്ത്രിനെ ഏസാ ദർവാസ ബൻവായ, മന്ത്രി അങ്ങനത്തെ ഒരു വാതിലുണ്ടാക്കി. രാജാനെ ഫിർ സബ്കോ ബുലാക്കർ പൂച്ച, രാജാവ് വീണ്ടും എല്ലാവരെയും വിളിച്ച് ചോദിച്ചു. ഫിർ സബ്കോ, വീണ്ടും എല്ലാവരെയും വിളിച്ച് ചോദിച്ചു. എന്താണ് ചോദിച്ചത്? ഹേ കോയി ജോ കുസ് സക്താ ഹേ ഇസ് ദർവാസേ സേ, ആർക്കെങ്കിലും ഈ വാതിലിലൂടെ കടക്കാൻ കഴിയുമോ? അല്ലെങ്കിൽ ഈ വാതിലിലൂടെ കടക്കാൻ കഴിയുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ എന്നിങ്ങനെ ചോദിച്ചു. കുസ് എന്ന് പറഞ്ഞാൽ ആ ഒരു വേർഡിൻ്റെ മീനിങ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞതാണ്. ടു എൻറ്റർ അല്ലെങ്കിൽ പ്രവേശിക്കുക എന്നുള്ളതാണ് അതിൻ്റെ മീനിങ് കേട്ടോ. പിന്നെ ദർവാസ എന്ന് വെച്ചാൽ വാതിൽ, അറിയാമായിരിക്കും അല്ലേ? ദെൻ വഹി ആത്മീ ആയി, നേരത്തെ വന്നില്ലേ അതേ മനുഷ്യൻ വീണ്ടും അവിടെ എത്തി. ഉസ്നെ രാജാക്കോ ബഹുത്ത് ഡണ്ടാ പാനി പിലായ, അയാൾ എന്ത് ചെയ്തു? രാജാവിന് വളരെ അധികം തണുത്ത വെള്ളം കൊടുത്തു കുടിക്കാൻ വേണ്ടിയിട്ട്. ഫിർ കഹ, എന്നിട്ട് പറഞ്ഞു. എന്താ പറഞ്ഞത്? അഗർ മേം ഇസ് ദർവാസേ സേ നഹീം കുസ് സക്താ തോ രാജാ ബി നഹീം കുസ് സക്താ ഹേ. അഗർ മേ, എനിക്ക് ഈ വാതിലിലൂടെ അകത്ത് കടക്കാനാകില്ല എങ്കിൽ രാജാവിനും കടക്കാൻ കഴിയില്ല എന്ന് വന്ന ആ ഒരു ആത്മി പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഇവിടെ ടണ്ടാപ്പാനി, എന്താണ് ടണ്ടാപ്പാനി എന്ന് വെച്ചാൽ? തണുത്ത വെള്ളം എന്നുള്ളതാണ് കേട്ടോ. ടണ്ടാപ്പാനി തണുത്ത വെള്ളം. ദെൻ കുസ് നമ്മൾ നേരത്തെ പറഞ്ഞ വാക്കാണ്. പിന്നെ ഇതിൻ്റെ അകത്ത് നമുക്ക് അറിഞ്ഞിടാത്ത വേർഡ്സ് ഒന്നും ഇല്ലല്ലോ. ടണ്ടേ പാനി സേ രാജാ കാ ഗല ഖരാബ് ഹോ ഗയ, ഈ തണുത്ത വെള്ളം കുടിച്ചതുകൊണ്ട് രാജാവിൻ്റെ തൊണ്ട അടച്ചു അല്ലേ, അതായത് തൊണ്ടയ്ക്ക് പ്രശ്നമായി, തൊണ്ട കിച്ച് കിച്ച് വന്നു അല്ലേ രാജാവിന്. അപ്പോൾ ഇവിടെ നമുക്ക് അറിഞ്ഞിടാത്ത വേർഡ് ഗല ഖരാബ് ഹോന എന്ന് വെച്ചാൽ തൊണ്ട അടയുക. ഗല എന്ന് വെച്ചാൽ തൊണ്ട എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ത്രോട്ട്, തൊണ്ട. അപ്പോൾ THROAT, ത്രോട്ട്. ഗല തൊണ്ട അല്ലെങ്കിൽ ത്രോട്ട്. ഖരാബ് ഹോന എന്ന് വെച്ചാൽ അടയുക അല്ലെങ്കിൽ മോശമാകുക എന്നൊക്കെ ഉള്ള അർത്ഥം. ഉസ്കി ആവാസ് ഹി നഹി നിക്കലി, അദ്ദേഹത്തിൻ്റെ ആവാസ്. എന്താണ് ആവാസ്? നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്. ആവാസ് സൗണ്ട് അല്ലെങ്കിൽ ശബ്ദം എന്നുള്ളത്. അദ്ദേഹത്തിൻ്റെ ശബ്ദം എന്ത് ചെയ്ത്? പുറത്തോട്ട് വന്നില്ല. നഹീം നിക്കലി, പുറത്തോട്ട് വന്നില്ല. തൊണ്ടടച്ച് നമുക്ക് സംസാരിക്കുമ്പോൾ പുറത്തോട്ട് സൗണ്ട് വരത്തില്ല, വെറും ശൂശു, കാറ്റ് മാത്രമേ വരത്തുള്ളൂ. അപ്പോൾ അത് സംഭവിച്ചു. രാജാബി ദർവാസേസെ അന്തർ നഹീം ജാപ്പായ, രാജാവിനും ആ ദർവാസ അല്ലെങ്കിൽ വാതിലിൻ്റെ അകത്തേക്ക് കടക്കാൻ കഴിഞ്ഞില്ല. അന്തർ എന്ന് വെച്ചാൽ ഉള്ളിലേക്ക് അല്ലേ, ഇന്നർ അല്ലെങ്കിൽ അകത്തേക്ക് എന്നുള്ള ഒരു മീനിങ് ആണ് കേട്ടോ. വഹ് ഗുസ്സെ സേ കൂദ്താ രഹ് ഗയാ, അദ്ദേഹം ഗുസ്സെ എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ പറഞ്ഞു ദേഷ്യത്തോടെ, അദ്ദേഹം വളരെ ദേഷ്യത്തോടെ എന്ത് ചെയ്തു? കൂദ്താ രഹ് ഗയാ എന്ന് വെച്ചാൽ ചാടി. കൂദ്ത്താ എന്ന് വെച്ചാൽ ചാടുക. അപ്പോൾ അദ്ദേഹം ദേഷ്യത്തോടെ ചാടി, അതായത് വളരെയധികം ദേഷ്യം തോന്നി അദ്ദേഹത്തിന് എന്നാണ് അതിൻ്റെ മീനിങ്. ചാടുക അല്ലെങ്കിൽ ടു ജംപ് എന്നാണ് അതിൻ്റെ മീനിങ്. ഗുസ്സേ സേ കൂദന എന്ന് വെച്ചാൽ ബഹുത്ത് ക്രോധ് പ്രകട് കർണ, വളരെയധികം ദേഷ്യം കാണിച്ചു എന്നാണ് ഗുസ്സേ സേ കൂദന എന്നുള്ള ആ ഒരു വേർഡ് മീനിങ് എന്ന് പറയുന്നത്. ഗുസ്സേ എന്ന് വെച്ചാൽ ദേഷ്യപ്പെടുക. ഗുസ്സേ സേ കൂദന, ദേഷ്യത്തോടെ ചാടുക. അങ്ങനെ കാല് വെച്ച് ഇങ്ങനെ ശക്തിയായിട്ട് തറയിൽ ഇങ്ങനെ ചവിട്ടൂലേ, അങ്ങനെയൊക്കെയാണ് നമുക്ക് ദേഷ്യം പ്രകടിപ്പിക്കുന്നത് അല്ലേ. അപ്പം അങ്ങനെ രാജാവ് ദേഷ്യം പ്രകടിപ്പിച്ചു. ഫിർ രാജാനെ ഏസ ദർവാസ ബൻവായ ജോ സിർഫ് ഉസ്കെ ജൂതോ കി ആഹട്ട് സേ ഹി ഖോലേ, പിന്നീട് രാജാവ് ഇങ്ങനെയുള്ള ഒരു വാതിൽ നിർമ്മിക്കാൻ മന്ത്രിയോട് പറഞ്ഞു. എങ്ങനെയുള്ള വാതിൽ? സിർഫ് ഉസ്കെ ജൂതോ കി ആഹട്ട് സേ ഹി
ഖൂലെ, അതായത് ഈ രാജാവിൻ്റെ ജൂതോം എന്ന് വെച്ചാൽ ചെരുപ്പുകളുടെ ഈ ചെരുപ്പുകളുടെ സൗണ്ട് കേട്ടാൽ തുറക്കുന്ന, അല്ലെങ്കിൽ ഈ രാജാവ് ചെരുപ്പ് ഇട്ടുകൊണ്ട് ഇങ്ങനെ നടക്കത്തില്ലേ, അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ചെരുപ്പ് ഇട്ടുകൊണ്ട് നടക്കുന്ന സൗണ്ട് കേട്ടാൽ തുറക്കുന്ന വാതിൽ നിർമ്മിക്കാൻ മന്ത്രിയോട് രാജാവ് പറഞ്ഞു. അപ്പോൾ ഇവിടെ നമുക്കറിയാം മീനിങ് ഏതിൻ്റെയൊക്കെ വേണം. ജൂതോം, എന്താണ് ജൂതോം? ചെരുപ്പുകൾ. ജൂത എന്ന് വെച്ചാൽ ചെരുപ്പ്, സാൻഡൽസ്. ഓക്കെ. അടുത്ത ആഹഡ്. ആഹഡ് എന്ന് വെച്ചാൽ കാലൊച്ച, അല്ലെ? ചെരുപ്പുകൾ ഇട്ടുകൊണ്ട് ഇദ്ദേഹം നടക്കുമ്പോൾ ഒരു ഒച്ച കേൾക്കത്തില്ലേ, ഒരു സൗണ്ട് കേൾക്കത്തില്ലേ, അപ്പോൾ ആ സൗണ്ട്, അതാണ് ആഹഡ് എന്ന് പറയുന്നത്. ആണ് പറഞ്ഞിട്ടുള്ളത് ജൂതോം കി ആഹഡ്, ചെരുപ്പുകളുടെ ആ ഒച്ച, അത് കേട്ട് സെഹി ഖുലേം, തുറക്കുന്ന വാതിൽ. ലേക്കിൻ ഉസ് ആദ്മീനെ ജമീൻ പർ കാലീൻ ബിച്ചാ ദിയ, പക്ഷേ ആ മനുഷ്യൻ എന്ത് ചെയ്തു? ജമീൻ. എന്താണ് ജമീൻ എന്ന് പറഞ്ഞാൽ? തറ അല്ലെങ്കിൽ നിലം എന്നൊക്കെ ഉള്ള മീനിങ് ആണ് കേട്ടോ. അപ്പോൾ ഇദ്ദേഹം എന്ത് ചെയ്തു എന്നറിയാമോ? തറയിൽ, ജമീൻ പർ അല്ലെങ്കിൽ തറയിൽ കാലീൻ ബിച്ചാ ദിയ. എന്താണ് കാലീൻ? കാലീൻ എന്ന് വെച്ചാൽ പരവതാനി അല്ലെങ്കിൽ കാർപ്പറ്റ്. ഇദ്ദേഹം കാർപ്പറ്റ് ബിച്ചാ ദിയ എന്ന് വെച്ചാൽ വിരിച്ചു. അപ്പോൾ ഇദ്ദേഹം കാർപ്പറ്റ് വിരിച്ചു. എവിടെ? തറയിൽ. കാലീൻ. കാലീൻ എന്ന് വെച്ചാൽ പരവതാനി അല്ലെങ്കിൽ കാർപ്പറ്റ് എന്നാണ് മീനിങ്. ജിസെ ജൂതോം കി ആഹട്ട് ഹി നഹീം ഹുയി. അപ്പോൾ എന്ത് സംഭവിച്ചു? ഇങ്ങനെ ഈ പരവതാനി വിരിച്ചത് കൊണ്ട് ആ ചെരുപ്പുകളുടെ ശബ്ദം കേട്ടില്ല. അപ്പോൾ രാജാവിന് അകത്തോട്ട് കയറാനും കഴിഞ്ഞില്ല. അങ്ങനെ ആ ഒരു പ്ലാനും എന്തായിപ്പോയി? ഫെയിലൂറായിപ്പോയി. പിന്നീട് രാജാനെ മന്ത്രി സെ കഹ, പിന്നീട് രാജാവ് മന്ത്രിയോട് എന്താ പറഞ്ഞത്? മുझे एक ऐसा दरवाज़ा बनाकर दो जो सिर्फ മേരേ ഹി ശരീര കി ഗന്ധ സെ ഖുലേ. എനിക്ക് അപ്പോൾ രാജാവ് മന്ത്രിയോട് പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഒരു കഥക് അല്ലെങ്കിൽ ഒരു ദർവാസ ഉണ്ടാക്കി തരണം. എങ്ങനെയുള്ള ദർവാസ? മേരേ ഹി ശരീര കി, എൻ്റെ ശരീരത്തിൻ്റെ ഗന്ധം കൊണ്ട് തുറക്കുന്ന വാതിൽ, അല്ലേ? എൻ്റെ ശരീരത്തിൻ്റെ ഗന്ധം കിട്ടിയാൽ മാത്രം തുറക്കുന്ന വാതിൽ ഉണ്ടാക്കി കൊടുക്കാനാണ് രാജാവ് പിന്നീട് ആവശ്യപ്പെട്ടത്. ആരോട്? മന്ത്രിയോട്. ലേക്കിൻ ഇസ് ബാർ ഫിർ വഹി ആദ്മി ആയാ और राजा के पहने हुए कुछ कपड़े हाथ में उड़ाकर दरवाजे के पास ले गया तो ദർവാസ खुल गया. പക്ഷേ ഇപ്രാവശ്യം ആ മനുഷ്യൻ വന്നത് എങ്ങനെയായിരുന്നു? രാജാവ് ധരിച്ച കുറച്ച് വസ്ത്രങ്ങളും കയ്യിലെടുത്താണ്. എന്നിട്ട് അദ്ദേഹം എന്ത് ചെയ്തു? ആ വസ്ത്രങ്ങളും എടുത്ത് വാതിലിൻ്റെ അടുത്തെത്തിയപ്പോൾ എന്ത് സംഭവിച്ചു? വാതിൽ തുറന്നു. പഹന്ന. പഹന്ന എന്ന് വെച്ചാൽ ധരിക്കുക, ടു വിയർ, അതാണ് അതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്. ലേക്കിൻ. ലേക്കിൻ എന്ന് വെച്ചാൽ പക്ഷേ. ഇസ് ബാർ, ഇപ്രാവശ്യം എന്നുള്ള മീനിങ് ആണ് കേട്ടോ. ഇസ് ബാർ. കപ്പടെ. കപ്പടെ എന്ന് വെച്ചാൽ എന്താണ്? വസ്ത്രം, അല്ലെ? വസ്ത്രം എന്നുള്ള മീനിങ് ആണ് കപ്പടെ. ദെൻ ഉടാക്ക, എടുക്കുക, ടേക്ക് എന്നുള്ള മീനിങ്. പിന്നെ ഇതിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? പിന്നീട് എന്താണ് സംഭവിച്ചത്? ഇതുവരെയുള്ള കാര്യങ്ങൾ മാത്രമേ എനിക്കറിയാവൂ. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ചിന്തിച്ച് എഴുതുവാനാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നീട് എന്താണ് സംഭവിച്ചത് എന്നുള്ള കാര്യം. ഇതിൻ്റെ അകത്ത് മെയിനായിട്ട് ഒരു വേർഡ് മീനിങ് ഉണ്ട്, മുക്കാബല. എന്താണ് മുക്കാബല? മുക്കാബല എന്ന് വെച്ചാൽ മത്സരം അല്ലെങ്കിൽ കോമ്പറ്റീഷൻ. ദെൻ കഹാനിക്കോ ആകെ ബഡായേ, സഹായക് ബിന്ദു, അതായത് ഈ കഥ തുടർന്ന് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള ചില സന്ദർഭങ്ങളാണ് ഈ കൊടുത്തിട്ടുള്ളത്. അപ്നി ഊങ്കലിയാം സേ ചൂനെ സേ, അത് ഈ രാജാവ് തൻ്റെ വിരലുകൾ കൊണ്ട് തൊട്ടാൽ തുറക്കുന്ന വാതിലുണ്ടാക്കി. ദെൻ അപ്നി ചുട്കി ബജാനെ സേ, ചുട്കി ബജാനെ എന്ന് വെച്ചാൽ വിരൽ ഞൊടിക്കുക. അപ്പോൾ വിരൽ ഞൊടിച്ചാൽ തുറക്കുന്ന വാതിലുണ്ടാക്കി. ഇവിടെ മീനിങ് കൊടുത്തിട്ടുണ്ട്, വിരൽ ഞൊടിക്കുക. കണ്ടോ സാറ് വിരൽ ഞൊടിക്കുന്നത്? കണ്ടോ, ഇങ്ങനെയാണ് വിരൽ ഞൊടിക്കുന്നത് കേട്ടോ. അടുത്തത് കൂട്ട് ഭാഷ കെ പ്രയോഗ് സെ കുൽനെ വാല ദർവാസ, കോഡ് ഭാഷ ഉപയോഗിച്ച് തുറക്കുന്ന വാതിൽ. ദെൻ കൂട്ട് സംഖ്യ കെ പ്രയോഗ് സെ കുൽനെ വാല ദർവാസ, കോഡ് സംഖ്യ ഉപയോഗിച്ച് തുറക്കുന്ന വാതിൽ. അങ്ങനെ പലതരത്തിലുള്ള വാതിൽ രാജാവ് ഉണ്ടാക്കി. അതിനൊക്കെ ഈ ആൾ വന്ന് മറികടന്നു, ഈ ആത്മീ വന്ന് കേട്ടോ. അപ്പോൾ അതിനെക്കുറിച്ച് ഒരു കഥയായിട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. നെക്സ്റ്റ് ഇവിടെ കഥയിൽ ആവശ്യം വേണ്ടുന്ന കാര്യങ്ങളെക്കുറിച്ച് സാറ് വിശദീകരിച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ആ കഥ ഒന്ന് എഴുതി നോക്കാം. കഥ എഴുതിയാൽ പോരാ, അതിന് പുതിയൊരു ഹെഡിങ്, അല്ലെ? ഒരു ശീർഷക്, നയാ ശീർഷക് ദേനാഹേ എന്ന് പറഞ്ഞിട്ടുണ്ട്. പുതിയൊരു ഹെഡിങ്ങും കൊടുക്കണം. അപ്പോൾ ഹെഡിങ് ആയിട്ട് ഞാനിവിടെ 2 പേരുകൾ കൊടുത്തിട്ടുണ്ട്. സ്വാർത്ഥി രാജ, സ്വാർത്ഥനായ രാജാവ്. രണ്ടാമത് കൊടുത്തിട്ടുള്ളത് ജ്ഞാനി ആത്മി ഓർ മൂർഖ് രാജ, അതായത് ജ്ഞാനിയായ മനുഷ്യനും വിഡ്ഢിയായ രാജാവും. അങ്ങനെ 2 ഹെഡിങ് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേറെ ഹെഡിങ് ഒക്കെ കിട്ടുവാണെങ്കിൽ അത് കൊടുക്കാവുന്നതാണ്. ഈ കഥയ്ക്കുള്ള ടൈറ്റിലാണ് കേട്ടോ ഈ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ആ കഥയിൽ ഫസ്റ്റ് നമ്മൾ എഴുതേണ്ടത് അപ്നി ഓങ്കുലിയോം സെ ചൂനെ സെ ഖുൽനെ വാല ദർവാസ, രാജാവിന് തൻ്റെ വിരലുകൾ കൊണ്ട് തൊടുമ്പോൾ തുറക്കുന്ന വാതിൽ. അപ്പോൾ ഞാനിവിടെ ഒരു സെൻറ്റൻസ് ബൈ സെൻറ്റൻസ് ആയിട്ടാണ് എഴുതിയിട്ടുള്ളത്. നിങ്ങളിതെല്ലാം കൂടി ഒരൊറ്റ പാരഗ്രാഫായിട്ട് എഴുതണം കേട്ടോ.
ഫുൾ സ്റ്റോപ്പ് ഇട്ടിട്ടുണ്ട് ഓരോ സെൻറ്റൻസ് കഴിയുമ്പോഴും. എളുപ്പത്തിന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കാം. ദർവാസ ബൻവായ ജോ സിർഫ് ഉംഗലിയും സെ ചൂനെ സെ ഖുലേ. ദർവാസ ബൻവായ ഒരു വാതിലുണ്ടാക്കണം. എങ്ങനെ? ജോ സിർഫ് ഉംഗലിയും സെ ചൂനെ സെ ഖുലേ. വിരലുകൾ തൊടുമ്പോൾ മാത്രം തുറക്കുന്ന ഒരു വാതിലുണ്ടാക്കണം. മന്ത്രിനെ ഏസ ദർവാസ ബൻവായ. മന്ത്രി പോയിട്ട് അങ്ങനെയുള്ളൊരു വാതിൽ ഉണ്ടാക്കി. ഉസ് സമയ വഹ ആദ്മി ആയ. ആ സമയത്ത് നേരത്തെ വന്ന ഒരു മനുഷ്യൻ വന്നു. എന്നിട്ട് എന്ത് ചെയ്തു അയാൾ? രാജാക്കെ ഹാത്മേ ദസ്താന പഹനാദിയ. രാജാവിൻ്റെ കയ്യിൽ കയ്യുറകൾ ധരിപ്പിച്ചു. ദസ്താന എന്ന് വെച്ചാൽ കയ്യുറ. അപ്പോൾ ദസ്താന പഹനാദിയ എന്ന് വെച്ചാൽ കയ്യുറകൾ ധരിപ്പിച്ചു. ഉസ് സമയ രാജാനെ ദർവാസ നഹീം കോൽ സക്കെ. ആ സമയത്ത് രാജാവിന് ദർവാസ വാതിൽ തുറക്കാൻ കഴിഞ്ഞില്ല. രാജാ ബാഹുത് ഗുസ ഹുവ. അതായത് രാജാവിന് ബാഹുത്ത് ഭയങ്കരമായിട്ട് ഗുസ ദേഷ്യം വന്നു അല്ലേ. ഇനി അടുത്തതായിട്ട് രാജാവ് ആവശ്യപ്പെട്ടത് അപ്നി ചുട്കി ബജാനെ സെ കുൽനെ വാല ദർവാസ. ഈ വിരൽ ഞൊടിക്കുമ്പോൾ ചുട്കി ബജാനെ വിരൽ ഞൊടിക്കുമ്പോൾ തുറക്കുന്ന വാതിൽ. ഫിർ രാജാനെ ഏസ ദർവാസ ബൻവായ ജോ സിർഫ് ചുട്കി ബജാനെ സെ ഖുലേ. പിന്നീട് രാജാവ് ഇങ്ങനെയുള്ള ഒരു വാതിൽ നിർമ്മിക്കാൻ പറഞ്ഞു. എങ്ങനെയുള്ള വാതിൽ? ചുട്കി ബജാനെ സെ ഖുലേ. വിരൽ ഞൊടിക്കുമ്പോൾ തുറക്കുന്ന ഒരു വാതിൽ. മന്ത്രിനെ ഏസ ദർവാസ ബൻവായ. മന്ത്രി അങ്ങനെയുള്ളൊരു വാതിൽ നിർമ്മിച്ചു. ഉസി സമയ. ആ സമയത്ത് വഹ് ആദ്മി ആയ. നേരത്തെ വന്ന അതേ മനുഷ്യൻ വന്നു. എന്നിട്ട് എന്ത് ചെയ്തു? ഓർ ഉസ്നെ രാജാക്കെ ഹാത്തോം പർ ഗോന്ത് ലഗാദി. അയാൾ വന്നിട്ട് എന്ത് ചെയ്തെന്നറിയാമോ? രാജാവിൻ്റെ കൈകളിൽ ഗോന്ത് എന്ന് വെച്ചാൽ എന്താണ്? പശ പുരട്ടി. രാജാ ചുട്കി ന ബജാ പായ ഓർ ദർവാസ നഹീം ഖുൽ ഗയ. അപ്പോൾ രാജാവിന് ഇങ്ങനെ ചുട്കി ന ബജാ പായ എന്ന് വെച്ചാൽ വിരൽ ഞൊടിക്കാൻ കഴിഞ്ഞില്ല. അപ്പം ദർവാസ വാതിൽ തുറക്കാനും കഴിഞ്ഞില്ല. അങ്ങനെ രാജാ ഗുസേമേ ബാൽ കിഞ്ചുദാരുകയ. അപ്പോൾ രാജാവിന് ദേഷ്യത്തോടെ മുടി പിടിച്ച് വലിച്ചു. അതായത് ദേഷ്യം രാജാവ് പ്രകടിപ്പിച്ചതാണ് കേട്ടോ. അപ്പോൾ ഇത് ഇത്രയും ഒരൊറ്റ പാരഗ്രാഫായിട്ട് എഴുതാം. അടുത്തത് കോഡ് ഭാഷാക്കെ പ്രയോഗ് സെ ഖുൽനെ വാല ദർവാസ. കോഡ് ഭാഷയിലൂടെ തുറക്കുന്ന വാതിലാണ് അടുത്തതായിട്ട് രാജാവിന് വേണ്ടി നിർമ്മിക്കപ്പെട്ടത്. അഗലി ബാർ എന്ന് വെച്ചാൽ അടുത്ത പ്രാവശ്യം രാജാനെ മന്ത്രി സെ എക് ദർവാസ ബനാനെ കോ കഹ. ഒരു വാതിൽ നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടു. എങ്ങനെയുള്ള വാതിൽ? ജോ കൂട്ട് ഭാഷ മേ ഖോല. കോഡ് ഭാഷയിലൂടെ തുറക്കുന്ന ഒരു വാതിൽ നിർമ്മിക്കാനാണ് ആവശ്യപ്പെട്ടത്. മന്ത്രിനെ ഏസ ദർവാസ ബൻവായ. മന്ത്രി അങ്ങനെയുള്ള ഒരു വാതിൽ നിർമ്മിച്ചു. ഉസ് സമയ വഹ് ആദ്മി ആയ. ആ സമയത്ത് നേരത്തെ വന്ന ആ മനുഷ്യൻ വന്നു. ഉസ്നെ രാജാക്കോ കുച്ച് ദാക്രിസ് പീനേക്കോ ദിയാ. ദാക്രിസ് എന്ന് വെച്ചാൽ എന്താണെന്നറിയാമോ? വീഞ്ഞ്. അയാൾ വന്നിട്ട് രാജാവിന് കുറച്ച് വീഞ്ഞ് കൊടുത്തു. ദാക്രിസ് പീനെ വാലെ രാജാക്കോ കൂട്ട് ഭാഷ യാദ് നഹി ഥി. ഈ വീഞ്ഞ് കുടിച്ച രാജാവിന് വീഞ്ഞ് കുറച്ചധികം രാജാവ് കുടിച്ചു. അപ്പോൾ രാജാവിന് ഈ കോഡ് ഭാഷ മറന്നുപോയി, അത് ഓർമ്മ കിട്ടിയില്ല. യാദ് നഹി ഥി. യാദ് എന്ന് വെച്ചാൽ ഓർമ്മ. യാദ് നഹി ഥി എന്ന് വെച്ചാൽ ഓർമ്മ കിട്ടിയില്ല. ഓർ വഹ് ദർവാസ നഹീം കോൽ സക. അങ്ങനെ ദർവാസ വാതിൽ തുറക്കാനും കഴിഞ്ഞില്ല. അപ്പോൾ ഇത് ഒരൊറ്റ പാരഗ്രാഫായിട്ട് എഴുതാം. അടുത്തതായിട്ട് രാജാവ് കോഡ് സംഖ്യക്കെ പ്രയോഗ് സെ ഖുൽനെ വാല ദർവാസ. കോഡ് സംഖ്യ ഉപയോഗിച്ച് തുറക്കുന്ന വാതിലാണ് നിർമ്മിക്കാനായിട്ട് രാജാവ് ആവശ്യപ്പെട്ടത്. ഫിർ രാജാനെ മന്ത്രി സെ കോഡ് സംഖ്യക്കെ പ്രയോഗ് സെ ഖുൽനെ വാലെ ദർവാസ ബൻലാവോ. അതായത് പിന്നീട് രാജാവ് കോഡ് സംഖ്യ കൊണ്ട് തുറക്കുന്ന വാതിൽ നിർമ്മിക്കാനാണ് മന്ത്രിയോട് ആവശ്യപ്പെട്ടത്. മന്ത്രിനെ ദർവാസ ബൻവായ. മന്ത്രി വാതിൽ നിർമ്മിച്ചു. ഉസ് സമയ വഹ് ആദ്മി ആയ और രാജാ സെ കുച്ച് ഭ്രമിത് കർണേ വാലെ പ്രശ്ന പൂച്ചേ. ആ സമയത്ത് നമ്മുടെ മനുഷ്യൻ വരികയും രാജാവിനോട് ഭ്രമിത് കർണേ വാലെ പ്രശ്ന പൂച്ചേ. ഭ്രമിത് കർണേ വാലെ എന്ന് വെച്ചാൽ കുഴപ്പിക്കുന്ന. ഭ്രമിത് കർണേ വാലെ വളരെയധികം നമുക്ക് കുഴപ്പിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ചു. यह सब सुनकर രാജ ദർവാസ खोलने के लिए कोड संख्या भूल गए. ഇതെല്ലാം കൂടി കേട്ടിട്ട് അപ്പോൾ ഇയാൾ കുറേ ക്വസ്റ്റ്യൻസ് ഇങ്ങനെ ചോദിച്ചില്ലേ, അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് എല്ലാം കൂടി കേട്ടിട്ട് രാജാവിന് ഈ വാതിൽ തുറക്കാനുള്ള ഒരു കോഡ് സംഖ്യ ഭൂൽ ഗയേ എന്ന് വെച്ചാൽ അങ്ങ് മറന്നുപോയി. ഇസ് പ്രകാർ രാജ ദർവാസ खोलने में असफल रहा. ഇങ്ങനെ രാജാവിന്
വാതിൽ തുറക്കുന്നതിൽ പരാജയപ്പെട്ടു. അടുത്തതായിട്ട് സാർ തന്നിട്ടുണ്ടായിരുന്ന ആക്ടിവിറ്റി നമ്മുടെ ടെക്സ്റ്റിൽ പേജ് നമ്പർ 56 സഹി മിലാൻ കരയും ശരിയായി ചേർത്തെഴുതുക. ഒന്നാമത്തെ എന്താ പറഞ്ഞിട്ടുള്ളത്? ലെഫ്റ്റ് സൈഡിൽ രാജാനെ ഗന്ധ സേ ഖുൽനെ വാല ദർവാസ ബൻവായ. രാജാവിൻ്റെ ഗന്ധം കൊണ്ട് വാതിൽ തുറക്കുന്ന ഒരു വാതിൽ ഉണ്ടാക്കി അല്ലേ? അതുമായിട്ട് ചേർന്നത് റൈറ്റ് സൈഡിൽ ഏതാണ്? കപ്പട്ടെ ഹാത്ത് മേ ഉടാക്ക് ദർവാസയ്ക്ക് പാസ് ലേ ഗയ. രാജാവിൻ്റെ കപ്പട്ടെ അല്ലേ, രാജാവിൻ്റെ വസ്ത്രങ്ങൾ എടുത്തുകൊണ്ട് ആ ദർവാസയുടെ അല്ലെങ്കിൽ വാതിലിൻ്റെ അടുത്ത് പോയി. അപ്പം വാതിൽ ഓപ്പണായി അല്ലേ? അതിൻ്റെ അകത്ത് രാജാവിൻ്റെ വസ്ത്രങ്ങളാണ് എടുത്തുകൊണ്ട് പോയത്. അപ്പോൾ അതിൽ രാജാവിൻ്റെ ഒരു ഗന്ധം ഉണ്ടാവും ശരീരത്തിൻ്റെ. അടുത്ത് നോക്ക്, രണ്ടാമത്തത് ആവാസെ ഖുൽനെ വാല ദർവാസ ബൻവായ എന്ന് വെച്ചാൽ എന്താണ്? ശബ്ദം കേട്ട് തുറക്കുന്ന വാതിലാണ് പിന്നീട് നിർമ്മിച്ചത്. അതിൻ്റെ ആൻസർ ഏതാണ്? രാജാക്കോ ഡണ്ടാ പാനി പിലായ. രാജാവിനെ കൊണ്ട് തണുത്ത വെള്ളം കുടിപ്പിച്ചു. അപ്പോൾ ആ രാജാവിൻ്റെ സൗണ്ട് മാറി അല്ലേ? അടുത്തത് മൂന്നാമത്തത് ജൂത്തോं की आहट से खुलने वाला दरवाज़ा बनवाया. ജൂത്തോं की आहट രാജാവിൻ്റെ കാലൊച്ച കേട്ട് തുറക്കുന്ന വാതിൽ. അതിൻ്റെ ആൻസർ ഏതാണ്? ആത്മീനെ ജമീൻ പർ കാലീൻ ബിച്ചാ ദിയ. ഒരു മനുഷ്യനുണ്ടല്ലോ, അദ്ദേഹം വന്നിട്ട് ജമീൻ പർ തറയിൽ കാലീൻ ബിച്ചാദിയ പർവ്വതാനി ബിച്ചാദിയ വിരിച്ചു. അതാണ് മൂന്നാമത്തെ. അപ്പോൾ അടുത്ത നാലാമത്തത് ശക്കൽ ദേഖ്നെ പർ ഖുൽനെ വാല ദർവാസ ബൻവായ. രൂപം കൊണ്ട് തുറക്കുന്ന വാതിൽ ഉണ്ടാക്കി. അപ്പോൾ എന്താ ചെയ്തത്? ഹാത്മീം രാജാക്കി തസ്വീർ ലേക്കർ ആയ. കയ്യിൽ രാജാവിൻ്റെ ചിത്രവും പിടിച്ചു വന്നു. അപ്പോൾ രാജാവിൻ്റെ ചിത്രം ഒരു രൂപം കണ്ടപ്പോൾ ദർവാസ ഖുൽന അല്ലേ, വാതിൽ തുറന്നു. ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത്രയാണ് ഇന്നലത്തെ ക്ലാസ്സിൽ സാർ എടുത്തിട്ടുണ്ടായിരുന്ന ആക്ടിവിറ്റീസ് ഹിന്ദിയുടെ. അപ്പോൾ ഞാൻ ഹോസ്പിറ്റലിലാണ്, അപ്പം കുറേ ഇങ്ങനെ നോയ്സും ബാക്ക്ഗ്രൗണ്ടിൽ ഒരുപാട് സൗണ്ടും ഒക്കെ വരുന്നുണ്ട്. ഇത്രയേ ഉള്ളൂ. ഓക്കെ.